PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇപ്പോൾ PSC അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ LGS പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ, കാരണം അധികം ദിവസത്തെ സമയമൊന്നും ഇനി കിട്ടില്ല, ക്ലിയറായും കൃത്യമായും നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എത്രയും വേഗം തന്നെ. ഓക്കെ, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാനൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ മൂന്നാം ഘട്ടമായിട്ടാണല്ലോ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിൻ്റെ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കട്ട് ഓഫ് തിരുവനന്തപുരം ജില്ലയിൽ 69നും 74നും ഇടയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാർക്ക് ഉണ്ടാവുമല്ലോ, അതായത് ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും കാറ്റഗറിയും നിങ്ങൾ ഈ കമൻസിലിട്ടാൽ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയാമായിരുന്നു ഏതൊക്കെ എത്രയൊക്കെ മാർക്കുള്ളവർക്കാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് മറക്കാതെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ എന്ന് പറയുന്നത് തൃശ്ശൂരും കോട്ടയത്തിൻ്റെ ഒപ്പം നവംബർ 2024 നവംബർ 30 ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യപേപ്പറൊക്കെ നല്ല കൂടുതൽ നിലവാരമൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പം ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആകെ മറ്റേ LGS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72,617 പേര്. അതായത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ LGS പരീക്ഷയ്ക്ക് എത്തിയ ജില്ല തന്നെയാണ് തിരുവനന്തപുരം. അതിൽ 47,804 പേര് ഉറപ്പ് നൽകുകയും 31,420 പേര് പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവർ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് ഈ LGS സർട്ടിഫിക്കറ്റ് അപ്ലോഡിൽ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ID പ്രൂഫ്, അതായത് ആധാർ കാർഡ്, പിന്നെ നെയിം, ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് SSLC അല്ലെങ്കിൽ CBSE ഏതാ വെച്ചാൽ അത്, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഏതാ വെച്ചാൽ അത് SLC അതിൽ പെടും. പിന്നെ SC ST കാറ്റഗറി പെട്ടവർ തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ OBC കാറ്റഗറി പെട്ടവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുള്ളത് അപ്ലോഡ് ചെയ്യണം. പിന്നെ EWS കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുള്ളത് മേടിച്ചിട്ടുള്ളത് അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് കൂടാതെ വെയിറ്റേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മാർക്ക് കിട്ടാനുള്ള വെയിറ്റേജ് വല്ലതുണ്ടെങ്കിൽ ആ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് കൂടാതെ ഡിക്ലറേഷൻ ഫോം, അതായത് ഈ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ LGS പരീക്ഷയ്ക്ക് ഉള്ളതാണത്, ഡിക്ലറേഷൻ, അതായത് ഡിഗ്രി പാസ്സായിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ ഫോം, അതും അപ്ലോഡ് ചെയ്യണം. പിന്നെ സർവീസിലുള്ളവരാണെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആൾക്കാരുണ്ടെങ്കിൽ അത് മെഡിക്കൽ ബോഡിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതാവണം. ഇനി ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻ്റെ സമയം PSC അറിയിക്കും. അപ്പോൾ ആ സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ 3 പരീക്ഷയും കൂടെ ഒരുമിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 5 ചോദ്യങ്ങളാണ് ആകെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 95ലാണ് മൂല്യനിർണ്ണയം നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ LGS റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഉള്ളതിൽ പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ബാക്കിയെല്ലാം കൂടെ ടോട്ടൽ 849 ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതുവരെ നിയമനം കിട്ടിയിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2025 ജൂലൈ 17 വരെയുണ്ട്. അപ്പോൾ കുറച്ച് നിയമനങ്ങളും കൂടെയൊക്കെ നടക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നാണ് നിയമനങ്ങൾ നടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.